ഞാൻ കണ്ണൂർ മത്സരിക്കും, കണ്ണൂർ ജയിക്കും എത്ര തവണ പറഞ്ഞു. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. ചേട്ടാ, വിസ്മയങ്ങൾക്കിടയിൽ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. എം പിമാരെ മത്സരിപ്പിക്കേണ്ട എന്നതായിരുന്നു തീരുമാനം. ആ തീരുമാനത്തോട് എം പിമാരെല്ലാം സഹകരിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് കെ സുധാകരൻ കണ്ണൂരും അടൂർ പ്രകാശും ഇതാ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് മത്സരിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ആ നിലപാട് കോൺഗ്രസിനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കുകയാണോ? എന്താണ് ശരിക്കും കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രശാന്ത്, ഇതിൽ കോൺഗ്രസ് പാർട്ടി വിസ്മയങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിസ്മയങ്ങളുടെ പൂരമാണ്. അപ്പോൾ വിസ്മയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ശരിക്കും അറിയാത്ത പോലെയാണ് പാർട്ടിയിലെ കേരളത്തിലെ നേതാക്കൾ പോകുന്നത്. വി ഡി സതീശൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഇതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ സീറ്റ് നിർണയത്തോടെടുക്കുമ്പോഴാണ് കോൺഗ്രസിലെ ഈ പറയുന്ന നേതാക്കളുടെയൊക്കെ പ്രശ്നങ്ങളുടെ ആരംഭം വരുന്നത്. ഇപ്പോൾ കെ സുധാകരൻ എന്ന കേരളത്തിനകത്ത് ഇത്രയും ക്രൗഡ് പുള്ളറായ ഒരു നേതാവ്, അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർ ബലം പിടിക്കുന്നു? ഇതിനകത്ത് കെ സുധാകരൻ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, എം കെ രാഘവൻ തുടങ്ങിയിട്ട് എണ്ണം പറഞ്ഞ 5ലധികം എം പിമാർക്ക് കേരളത്തിൽ നിൽക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ എ ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എ ഐ സി സിക്ക് അറിയാം ഒരാൾക്ക് അവസരം കൊടുത്താൽ എല്ലാവരും കൂടെ ഇടിച്ചു കയറി വരും. അതെ അതെ. കാരണം ലോക്സഭയിൽ ആകെ 99 സീറ്റിനടുത്തേ ഉള്ളൂ, 100ഉമില്ല. കാര്യം ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ശരിക്കുള്ള എല്ലാ വളർച്ചയ്ക്കും നരേന്ദ്രമോദി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും BJPയും ഇത്രയും ഭയങ്കരമായ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസ് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയെങ്കിലും സീറ്റ് കിട്ടിയത്. അതിൽ കേരളത്തിൽ നിന്നാണ് ഒരു ഇത്രയധികം, ഏതാണ്ട് ആകെ മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഒരു സീറ്റും അത് കഴിഞ്ഞിട്ട് CPMൻ്റെ ഒരു സീറ്റും. അപ്പോൾ ഇതിനപ്പുറം ബാക്കിയെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഈ കിട്ടിയിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ആരെങ്കിലുമൊക്കെ രാജിവെച്ചാൽ അവർക്ക് AICCക്ക് സമ്മർദ്ദത്തിലാവും. കാര്യം ഇതിൽ ഈ പറയുന്ന പോലെ ഈ നമുക്ക് പറയാൻ കഴിയില്ല. രാഷ്ട്രീയമാണ് ഇന്നത്തെ അല്ല നാളത്തെ പ്രശ്നം, നാളത്തെ അല്ല മറ്റന്നാളത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ അവിടെ മല്ലികാർജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവർക്ക് കോൺഗ്രസിന്റെ AICCക്കും മൊത്തത്തിൽ ഈ ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇവരെല്ലാം എങ്ങനെയെന്നറിയോ? കെ സുധാകരൻ ചോദിക്കാൻ കാത്തിരിക്കുകയാണ് ഹൈബി ഈഡനൊക്കെ. ഒരാൾ തുടക്കമിട്ടാൽ ഹൈബി ഈഡനും ഷാഫിക്ക് വരെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഷാഫി കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ഷാഫിയുടെ മുഖത്തെഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ എല്ലാ ഈർഷ്യതയും മറ്റുള്ളവരോട് പ്രകടിപ്പിക്കും. മാധ്യമപ്രവർത്തകരോട് അയാൾക്ക് എന്തെങ്കിലും നടക്കാതെ വന്നാൽ അതിന്റെ ഈർഷ്യത സംസാരിക്കുന്നവന്റെ മേത്ത് തീർക്കും. ആ ഈർഷ്യത മാധ്യമപ്രവർത്തകരോട് തീർത്തു. നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് മത്സരിക്കണമെന്ന്? എന്നൊക്കെയാണ് ഷാഫി ചോദിച്ചത്. ഇപ്പൊ ചുരുക്കത്തിൽ കെ സുധാകരന് കണ്ണൂര് മത്സരിക്കണം. എന്തുകൊണ്ട് കെ സുധാകരനെ മത്സരിക്കണം എന്ന് നാം ഉൾപ്പെടെ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് വെച്ചാൽ കെ സുധാകരൻ ഒരു ഫിഗറാണ്. കെ സുധാകരൻ ഒരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം ഒരു കത്തി നിൽക്കുന്ന ഒരു, നമുക്ക് ഉപമ നമുക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി നിൽക്കുന്ന സൂര്യൻ തന്നെയാണ്. ഈ ഉപമ കൂടിപ്പോയാലും എനിക്ക് വിരോധമൊന്നുമില്ല, കാര്യം എൻ്റെ രാഷ്ട്രീയമല്ല. പക്ഷേ എങ്കിലും സുധാകരനെ ഞാൻ ഇഷ്ടപ്പെടും, പ്രശാന്ത് ഇഷ്ടപ്പെടും, രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ജനം ഇഷ്ടപ്പെടും. അതെ, അദ്ദേഹം ഒരു എന്താ പറയുന്നത്, അദ്ദേഹം എവിടെ എത്തുന്നോ അവിടെയാണ് ജനമുള്ളത്. നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരാൾ വരുമ്പോൾ അയാളുടെ ഒരു ഓറ എന്നൊക്കെ പറയും, ഓറ ഫാമിംഗ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങളെ ആകർഷിക്കാൻ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ജനനായകനാണ്, ജനങ്ങളുടെ നായകനാണ്. അദ്ദേഹം എവിടെ എത്തുന്നോ അവിടെയാണ് ആൾക്കൂട്ടം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുൻപ് പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ കെ സുധാകരൻ വന്നിറങ്ങുന്നിടത്ത് ജനക്കൂട്ടം വരികയല്ല, കെ സുധാകരൻ തന്നെയാണ് ജനക്കൂട്ടം. അദ്ദേഹമാണ് ആ ലക്ഷക്കണക്കിന് ആർത്തിരമ്പുന്ന കടലിന്റെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഒരു നല്ല ക്രൗഡ് പുള്ളറാണ്. പക്ഷേ ഈ പിടിവാശി അത് ആവശ്യമുള്ളതാണോ? അദ്ദേഹം അതായത് കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഇവിടെ കേരളത്തിൽ ഇതിനു മുൻപ് വരേക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു കോൺഗ്രസിന് ഒരു സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ BJP ആണ് ഈ പറയുന്ന സമ്മർദ്ദത്തിൽ കോൺഗ്രസിനെ ആക്കിയിരിക്കുന്നത്. വിജയവും അതുപോലെ തന്നെ പ്രധാന പ്രതിപക്ഷമായി നിലനിൽക്കുക എന്നതും കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിക്കുന്ന വിഷയമാണെന്നിരിക്കെ ഈ ഒരു അവസരത്തിൽ ഇത്രത്തോളം എം പിമാർ കേരളത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ മത്സരിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവരെ MP സ്ഥാനം ഉപേക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വരേണ്ടി വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു വരവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു കടുത്ത സമ്മർദ്ദത്തിലേക്കായി പോവുകയല്ലേ. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല. കെ സുധാകരൻ ഇന്നലെ അവിടെ AICCയുടെ ഇവരുടെ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നമുക്ക് പേരെടുത്ത് പറയേണ്ടത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആകുന്ന കഥ പ്രശാന്തിന് അറിയോ? അതായത് KPCC പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട കെ സുധാകരനെ മാറ്റുകയാണ്. എങ്ങനെയാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നത്? കണ്ണൂരുകാരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ കണ്ണൂർ തന്നെയുള്ള മറ്റൊരാളിനെ വളരെ ബുദ്ധിപരമായിട്ട്
നല്ല നീക്കമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം KPC പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ ഈ പിന്നെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരേക്കും ഈ കെ സുധാകരൻ പിണറായിക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ കണ്ണൂരിന്റെ ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖം തന്നെയാണ് കെ സുധാകരൻ. അവിടെയാണ് ചിലർക്ക് അത് രസിക്കാത്തത്. ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കുറച്ച് നമുക്ക് പറയാനുണ്ട്. അതായത് അപ്പോൾ ഇത്തരത്തിൽ കെ സുധാകരൻ ഇങ്ങനെ അമരത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. ഇവിടെ ചില ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി, ഇപ്പൊ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അതിൽ ഉമാ തോമസ് ജയിച്ചു, ചാണ്ടി ഉമ്മൻ പിന്നെ അദ്ദേഹവും ജയിച്ചു. ഇങ്ങനെ നിരവധി പിന്നെ ഇങ്ങനെ കുറെ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഒരു ഹൈപ്പായി. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന കെ സുധാകരൻ വീണ്ടും വരുന്നതിൽ നമ്മൾ തന്നെ പൊതുവേദിയിൽ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിലും ഒരു മൈക്ക് വെച്ചിട്ട് രണ്ടുപേരും കൂടെ തർക്കിച്ച് അതൊരു നാണക്കേടുണ്ടാക്കി. ഓർമ്മയുണ്ടല്ലോ ഒരു പത്രസമ്മേളനം, ഒരു ഡിബേറ്റിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് അസഹിഷ്ണുവായിട്ട് ഒരാൾ ഇറങ്ങിപ്പോകുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ആൾക്കാർക്ക് അറിയാമായിരുന്നു പ്രശാന്തേ, ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നും അല്ല. ഇവർക്ക് ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ ഇവരിങ്ങനെ കാണിക്കും. അത് ഇവർ തന്നെ അത് കാണിച്ച് നാണം കെടുക. അതായത് പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ നേതൃത്വം മനസ്സിലാക്കണം. കാര്യം എന്ന് വെച്ചാൽ കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. കണ്ണൂരിന്റെ വികാരം മാത്രമല്ല, കെ സുധാകരൻ കേരളത്തിന്റെ ആകെ ഒരു വികാരമാണ്. അദ്ദേഹം ഈ അവസരത്തിൽ ഒരു ആന്റി ഇൻകംബൻസി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടാൽ തന്നെ ജനം മാറിപ്പോകുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആ ആന്റി ഇൻകംബൻസി ശരിക്കും മുതലാക്കാൻ, സംസാരിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ കെ സുധാകരൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ കണ്ണൂർ അദ്ദേഹം മത്സരിച്ചാൽ കണ്ണൂർ ജില്ലയിൽ അതുണ്ടാകാൻ പോകുന്ന ഒരു വൈബ് വളരെ വലുതായിരിക്കും. എന്താണെങ്കിലും കണ്ണൂരിന്റെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതായത് കണ്ണൂരിന്റെ ആ ഒരു പൊട്ടിത്തെറി മാത്രമല്ല, അത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിന്റെ പ്രകമ്പനങ്ങൾ അറിയാതെ ഉയരുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ തിരികൊളുത്തി വിട്ടിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയോട് കൂടിയാണ് മറ്റുള്ളവർ ഇരുന്നിരുന്നത്. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കമ്പക്കെട്ടിന് കെ സുധാകരൻ ഒരു സൈഡിൽ നിന്ന് തിരികൊളുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹൈബീഡൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, ഇവർക്കൊക്കെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരണമെന്നുണ്ട്. പക്ഷെ അവരാരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. കേന്ദ്രത്തിലാണ് തങ്ങളുടെ വേരുകൾ ഉറച്ചു നിൽക്കേണ്ടത്. ആ വേരുകളെ പറിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ കടപുഴക്കമായിരിക്കും ഉണ്ടാവുക. കേന്ദ്രത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ എന്നുള്ള തിരിച്ചറിവ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എങ്ങനെയോ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണുക മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി അധികം ദിവസങ്ങൾ. കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂരത്തെ MP അദ്ദേഹം പറഞ്ഞിട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പ്രശാന്തിന് ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മാനേജ്മെന്റിനോട് പറയാനുണ്ട്. പ്രശാന്തിന് പറയാൻ കഴിയുന്നില്ല. അയ്യപ്പദാസ് പറയട്ടെ, അല്ലെങ്കിൽ ശ്രീഹരി പറയട്ടെ, അല്ലെങ്കിൽ ഗോപകുമാർ പറയട്ടെ എന്ന് പ്രശാന്ത് അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് പ്രശാന്ത് അങ്ങ് മാറി നിന്നിട്ട് ഗോപകുമാറോ അല്ലെങ്കിൽ ശ്രീഹരിയോ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ കാര്യം നേടിയെടുക്കുക എന്നൊരിതുണ്ട്. അത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ഇംഗിതം, അദ്ദേഹത്തിന് MP ആകണമെന്ന ഇംഗിതം പറയുമ്പോൾ ആ ഇംഗിതം AICC അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ തങ്ങൾക്കും, അതായത് ഉടയ്ക്കണമെങ്കിൽ ഒരു മുറി കാരാം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. ഉടച്ചാൽ ഒരു മുറി കാരാം എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കുറെ നേതാക്കളുണ്ട്. അതിൽ ഹൈബി ഇടം പെടും, ഷാഫി പറമ്പിൽ പെടും, അടൂർ പ്രകാശ് പെടും, ഇവരെല്ലാം പെടും. ഇതൊക്കെ ഇവിടെ ജനത്തിന് അറിയാം. സാധാരണ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം. അപ്പൊ അങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല ചങ്കുറപ്പുണ്ട്. ഇദ്ദേഹം കയറി അങ്ങ് പറഞ്ഞു എനിക്ക് മത്സരിക്കണം. ആ പറച്ചിലിന് അർത്ഥമുണ്ട്. പിന്നെ ഒന്നുകൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ഇട്ടിരുന്നു എനിക്ക് കണ്ണൂരിലെ ഓരോ സ്പന്ദനവും അറിയാമെന്ന്. അവിടെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അവിടെ ആകെ പറയുന്ന നമ്മൾ നാടൻ ഭാഷയിൽ പറയും ചർക്കി വീണെന്ന് പറയും. അദ്ദേഹം ഭയങ്കര അസഹിഷ്ണുവായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അതൊന്നും കാണിക്കാൻ പാടില്ല സാർ, അത് നമ്മൾ ബഹുമാനപൂർവ്വം താങ്കളോട് പറയുകയാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ വളരെ മെച്ചൂറായിട്ടാണ് അവൻ പെരുമാറേണ്ടത്. കാര്യം അദ്ദേഹം അവിടെ ഇന്നലെ പെരുമാറിയത് ഈ FB പോസ്റ്റ് അദ്ദേഹം ഇട്ടതല്ല എന്ന്. ഇന്ന് അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ റോഷിപാലിനോട് പറയുന്നു അത് ഞാൻ ഇട്ട പോസ്റ്റ് തന്നെയാണ്. പിന്നെ എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ ഇവിടെ മാധ്യമങ്ങളിലൊക്കെ വെച്ചലക്കി അദ്ദേഹത്തിന് അതാ അങ്ങ് രാഹുൽ ഗാന്ധി ക്ഷണിച്ചെന്ന്. അദ്ദേഹത്തിന് ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം മത്സരിക്കണമെന്ന ആവശ്യം കേരള ജനതയുടെ ആവശ്യമാണ്. കെ സുധാകരൻ കണ്ണൂർ മത്സരിച്ചാൽ അതിലൂടെ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ പറയുന്ന രീതിയിൽ ചിലർക്കൊക്കെ ചില സ്ഥാനമാനങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട്. ആ സ്ഥാനമാനങ്ങൾ കാണുന്നതിന് കെ സുധാകരൻ തടയിടും, അല്ലെങ്കിൽ അതിനൊരു വഴിമുടക്കിയാണ് കെ സുധാകരൻ എന്ന് അവർ ധരിക്കുന്നു. ആ ധാരണയാണ് ഈ പ്രശ്നമാകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതെല്ലാം ഇവിടുത്തെ CPM-ന് അറിയാം.
കാര്യം അതാണ് ഇവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർക്ക് ജി സുധാകരൻ പ്രശ്നമായിട്ടുണ്ട്, അതുപോലെ തന്നെ PK ശശി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയും വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ജയിക്കാൻ സാധ്യതയുള്ള ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട K സുധാകരനെ ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് ഗുണകരമാകില്ല എന്നിവിടുത്തെ സാധാരണ ജനത്തിനറിയാം. അതറിഞ്ഞവർ പെരുമാറുമെന്നറിയാം. ഈ കിട്ടാൻ പോകുന്ന ഒരു അവസരം കളഞ്ഞു കുളിച്ചാൽ ഇനിയും ഇവർക്ക് കാത്തിരിക്കേണ്ടി വരും. അവരുടെ ആ കാത്തിരിപ്പ് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു വേള ഇനി ഒരിക്കൽ കൂടി ഒരു ഇടതു ഭരണം എന്ന് പറയുന്നത് കേരളത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്.